ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിക്കുന്നു, പിന്നെ ഏതാ രണ്ടാമത്തെ പോയിന്റ്? ബഹുമാനപ്പെട്ട അബൂ ഉബൈദ പറയുന്നു, ബദർ യുദ്ധം നടക്കുന്ന സമയം ധാരാളം സഹാബിമാര് ബദറിൽ പങ്കെടുത്തു. സാധുവായ അബൂ ഉബൈദ ആ ബദറിന്റെ രണാങ്കണത്തിൽ വളരെ സജീവമായിരുന്നു. അല്ലയോ ഉസ്മാൻ എന്നവരെ, ആ ബദറിന്റെ രണാങ്കണത്തിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. മൂന്നാമത്തെ വിഷയമേതാണ്? ആ സമയത്ത് അബൂ ഉബൈദ് ജറാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹദ് യുദ്ധം നടക്കുന്ന സമയം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഴിയിൽ വീണു. അവിടുത്തെ മുൻപല്ലി ഷഹീദായി. അവിടുന്ന് അതാ കുഴിയിൽ വീണ് കിടക്കുമ്പോൾ ഹബീബായ നബി മരിച്ചു എന്നൊരു കിംവദന്തി ഉണ്ടായി. വളരെ പ്രശ്നമുള്ള സമയമാണ്. അവിടുത്തെ ഹബീബായ പിതൃവ്യനായ ഹംസത്തുൽ കറാറിനെ ഒരു ഹിന്ദ് എന്ന പെണ്ണ് അതാ വല്ലാതെ പീഡിപ്പിച്ചു. ഇതൊക്കെ നടക്കുന്ന സമയം ഉഹദിൽ നിന്ന് കുറെ ആളുകൾ ഓടിയപ്പോൾ ഉസ്മാൻ എന്നവരെ, നിങ്ങളും അന്ന് ഓടിയിട്ടുണ്ട്, ഞാനന്ന് ഓടിയിട്ടില്ല. ഈ മൂന്ന് നന്മകളുടെ വിഷയത്തിൽ നിങ്ങളെക്കാൾ ഞാനാണ് മുന്നിലെന്ന് എനിക്ക് തോന്നുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുന്നു, അബൂ ഉബൈദ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഒരു ഖൈറായ വിഷയത്തിലും ഞാൻ പിന്നോട്ട് പോകാറില്ല. കാരണം നബിയുടെ മദ്രസയിലാണ് ഞാൻ പഠിച്ചത്, ആ നബിയുടെ ഉപദേശമാണ് ഞാൻ സ്വീകരിച്ചത്. അവിടുന്ന് എന്തു പറഞ്ഞു അതല്ലാതെ മറ്റൊന്ന് എന്റെ ജീവിതത്തിൽ ഇല്ല. മാത്രമല്ല, ഈ കാണുന്ന വലത്തെ കൈ, ഈ വലത്തെ കൈ കൊണ്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈ വെച്ചതിന് ശേഷം ഈ കൈ കൊണ്ട് എന്റെ ഗുഹ്യസ്ഥാനം ഞാൻ സ്പർശിച്ചിട്ടില്ല. കാരണം ഹബീബിന്റെ കയ്യിൽ കൊടുത്ത കൈ എങ്ങനെ മലവിസർജനത്തിന് ഉപയോഗപ്പെടുത്തും? ഇതുകൊണ്ടങ്ങനെ ഗുഹ്യസ്ഥാനം തൊടും. അത്ര വലിയ കണിശതയുള്ള ആളാണ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ വലിയൊരു പുതപ്പ് കൊണ്ട് ശരീരം അതാ പുതക്കുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മലമൂത്ര വിസർജനത്തിന് പോയാൽ അവിടെ ശരീരം മുഴുവനും തുറന്നിടൽ അനുവദനീയമാണ്. കുളിപ്പുരയിൽ കയറിയാൽ വസ്ത്രമൊക്കെ അഴിക്കൽ അനുവദനീയമാണ്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന റൂമിൽ ശരീരത്തിലെ എല്ലാ ഭാഗവും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെക്കൽ അനുവദനീയമാണ്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നാണമാണ്. നാണം കൊണ്ട് അതാ മൂത്രപ്പുരയിൽ കയറിയാൽ, മലവിസർജനത്തിന് പോയാൽ, കുളിക്കാൻ പോയാൽ വസ്ത്രം അഴിച്ചു വെക്കൂല, മുണ്ടുടുത്തു തന്നെ കുളിക്കൂ. അതാണല്ലോ ഏറ്റവും സൂക്ഷ്മതയും നല്ലതും. ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ? ആ സമയത്ത് അദ്ദേഹം പറയുന്നു, വസ്ഹിരി ദിന്നൂറൈനി ഉസ്മാൻ അല്ലദീ ഖദ് ഖസ്സഹുൽ മൗലാ ബിഹുസ്നി ഹയാഇ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലജ്ജ, അങ്ങേയറ്റത്തെ ലജ്ജയുള്ള ആളാണ്. ആ ലജ്ജയുള്ള ഉസ്മാൻ അബൂ ഉബൈദ് ജറാഹിനോട് പറയുന്നു, അഖബ ഉടമ്പടി നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകണമെന്ന് എനിക്ക് വലിയ ആശയുണ്ടായിരുന്നു. ഏത് ഖൈറിന്റെ മജ്ലിസ് ഉണ്ടോ അവിടെ ഒക്കെ ഞാൻ എത്താറുണ്ട്. ഞാൻ അന്നും അവിടെ ഉണ്ട്. അവിടെ എത്തിയപ്പോ എന്നോട് ഹബീബായ നബി പറഞ്ഞു, ഉസ്മാനെ, നീ മക്കയിലൊന്ന് പോയി വരണം, മക്കത്ത് നീ ഒന്ന് പോയി വരണം എന്ന് നബി എന്നെ ഏൽപ്പിച്ചു. അവിടുന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ പോയത്, അല്ലേ ഞാൻ പോകൂല. ആ റസൂൽ എന്ത് പറഞ്ഞോ അത് വലിയ പുണ്യമുള്ള കൂലിയാണ്. ചിലപ്പോ നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും. അപ്പൊ പള്ളിയിലെ ഉസ്താദ് പറയും, മോനെ, നമ്മള് ഇന്ന് വൈകുന്നേരത്തെ നോമ്പോർക്കുള്ള സാധനങ്ങൾ ഇപ്പൊ പോയാലേ കിട്ടൂ, അതുകൊണ്ട് മോനൊന്ന് പോയി വരുമോ? അപ്പോ കുട്ടി പറയാണ്, ഉസ്താദെ, ഇവിടെ 27 ഇരട്ടി പ്രതിഫലമുള്ള ജമാഅത്ത് എടുക്കുമ്പോ അതിൽ പങ്കെടുക്കാതെ നമ്മളെങ്ങനെ നോമ്പോർക്കുന്നവർക്ക് സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കല്ലേ? ഞാൻ നിങ്ങളെ മാതിരി പൊട്ടനൊന്നുമല്ല. ആരാ അവിടെ പൊട്ടൻ? ഉസ്താദ് ഇവിടെ പൊട്ടത്തരല്ല ചെയ്തത്. അവിടെ നമ്മളെ ബാധ്യത ഉസ്താദ് പറഞ്ഞത് അനുസരിക്കലാണ്, ഗുരു പറഞ്ഞത് അനുസരിക്കലാണ്. ഉസ്താദ് പറഞ്ഞത് വഴിപ്പെട്ടാൽ അതിന് പ്രതിഫലമുണ്ട്, ബാപ്പ പറഞ്ഞത് വഴിപ്പെട്ടാൽ പ്രതിഫലമുണ്ട്. ലുഖ്മാന്റെ ഉപദേശം പറയുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. 10 ഉപദേശങ്ങൾ വരുമ്പോ അവിടെ ഒരു ചർച്ച അതുണ്ട്. ഞാൻ പറയാമെന്ന് പറഞ്ഞ ഏതെങ്കിലും വിഷയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറിയ രൂപത്തിൽ നിങ്ങൾ ആരെങ്കിലും കടലാസിൽ ഉണർത്തി തന്നാൽ പറയാൻ ശ്രമിക്കുന്നതാണ്, അറിയുന്ന കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ്. അപ്പോ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെയാണ് മക്കത്തേക്ക് പറഞ്ഞത്. ഉമർ ഇബ്നുൽ ഖത്താബിനെ ഒക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഉമറിന് ആഗ്രഹമുണ്ട് മക്കയിലൊന്ന് പോകാനൊക്കെ. പക്ഷെ ഉമറിനെ നബി അയച്ചില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ലേശം ടൈപ്പ് വേറെയാണ്. ചില പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോയാൽ അതൊന്നുകൂടി ഗുരുതരായിട്ട് അങ്ങനെയും സംഭവിക്കും. ഇപ്പൊ നീ പോയാ മതി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ.
എനിക്ക് ഈ അഖബയിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഉടമ്പടി നടക്കുമ്പോൾ അതിന് സാക്ഷിയാവാൻ വലിയ പൂതി ഉണ്ടായിരുന്നു. ഖൈറായ വിഷയങ്ങൾ നടക്കുമ്പോൾ ഒരു പുതിയ ഉസ്താദിനെ ചാർജ് എടുക്കുക, മുദരിസ് മുത്തഅല്ലിമീങ്ങളും മുദരിസും ഒന്ന് ചാർജ് എടുക്കുകയാണ്. അപ്പൊ നാട്ടുകാരോടൊക്കെ സെക്രട്ടറി പറഞ്ഞു, എല്ലാരും വരണം, നാളെ പുതിയ ഉസ്താദ് വരികയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഉസ്താദ് വരുന്നുണ്ടല്ലേ, കഴിഞ്ഞെല്ലാം വേറെ ആളായിരുന്നല്ലേ, എല്ലാ കൊല്ലം ഇങ്ങനെ മാറുക, എനിക്ക് ലേശം ഒഴിവില്ല, അത് നിങ്ങൾ വേണ്ട ചെയ്താൽ മതി. അല്ല, നിങ്ങൾ വരണമെന്നല്ല, വന്നാക്കല് ഹൈറാണ്, അല്ല അങ്ങനെ ഹൈറൊക്കെ അങ്ങനൊക്കെ മതി. ഒന്നും പറ്റൂല. എവിടെ നല്ലത് എവിടെ ഉണ്ടോ അവിടെ എല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാ നല്ലതിലും പങ്കെടുക്കാനുള്ള പൊരുത്തം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി പറയുന്നു, ഓ മനുഷ്യ, നീ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നീ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, നീ രോഗിയെ സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ വേറൊരു ഹൈറായ വിഷയം നിനക്ക് ചെയ്യേണ്ടതായി വന്നാൽ നീ ഇതോ ചെയ്യേണ്ടത് അതോ. രണ്ടും ഹൈറാണ്, രണ്ട് ഹൈറുണ്ട്. ആ രണ്ട് ഹൈർ തമ്മിൽ ഏറ്റുമുട്ടും. ഇത് ചെയ്യുമ്പോ അത് കഴിയൂല, അത് ഇത് കഴിയില്ല, ഏത് ചെയ്യണം? അത് ഇമാം ഗസാലി പറയുന്നു, ഓ മനുഷ്യ, നീ ഒരു തുലാസ് പോയി വാങ്ങിക്കോ. ഒരു തുലാസ് നീ വാങ്ങിയത് കയ്യിൽ വെച്ച് ആ തുലാസിൽ രണ്ടും തൂക്കി നോക്ക്. തൂക്കി നോക്ക്. സ്വർണം തൂക്കലാനല്ലേ നീ തുലാസ് ഉപയോഗിക്കാറുള്ളത്? നിന്റെ കയ്യിൽ ഒരു തുലാസ് വേണം, രണ്ട് നന്മയും തുലാസിൽ തൂക്കണം. എന്നിട്ട് നിനക്ക് ഏതാണ് ഹൈറെന്ന് തോന്നുന്നത് അത് നീ ചെയ്യണം. രണ്ടും ഹൈറാണെന്ന് നിനക്ക് അറിയാമല്ലോ, പക്ഷേ നിനക്ക് തിരിയുന്നില്ലേ എന്ത് വേണമെന്ന്. എങ്കിൽ നീ റബ്ബിനോട് ചോദിച്ചോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഏറ്റവും ശരിയായ വഴി ഏത്? ആ വഴിയിലേക്ക് റബ്ബേ എന്നെ ഈ തിരിച്ചു തരണം, എനിക്ക് തിരിയില്ല, ഞാനൊരു സാധുവാണ്. അവിടെയും പറയുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട്. ഏതാ ചെയ്യണമെന്ന് എനിക്കറിയില്ല റബ്ബേ, എല്ലാം നിനക്ക് അറിയാമല്ലോ റബ്ബേ എന്ന് അള്ളാഹുവിലേക്ക് ആ കാര്യം വിട്ടുകൊടുത്ത് അങ്ങനെയാണ് നന്മയിൽപ്പെട്ട ഏറ്റവും നല്ലതിനെ മുന്തിക്കേണ്ടത് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ പറയുന്നത് കാണാം. അപ്പൊ അഖബയിലെ സ്ഥിതി അത്. ബദറിൽ പോകാത്തത് എന്നെ പറയരുത്. എന്റെ കൂടെയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്, റുഖിയയാണ്. ആ റുഖിയക്ക് രോഗമായപ്പോൾ, കലശലായ രോഗം ബാധിച്ചപ്പോൾ ആ ഭാര്യയെ ഖിദ്മത്ത് ചെയ്ത് പരിചരിക്കലാണ് യുദ്ധത്തെക്കാൾ നല്ലതെന്ന് നേതാവ് പഠിപ്പിച്ചു. ഭാര്യയ്ക്ക് രോഗമായിട്ട് ആശുപത്രിയിലാണ്. നമ്മളോ ഇവിടെ ബോംബെയിലേക്ക് വണ്ടി കയറാൻ ശ്രമിക്കുകയാണ്. വലിയൊരു കച്ചവടം ബോംബെ പോയാൽ കിട്ടും. ഭാര്യ പറയുന്നു, ദയവായി ഇങ്ങോട്ട് പോകരുത്. ഏതിനെ മുന്തിക്കണം? വിഷയാണ്. വിസ ക്യാൻസലായി പോകുന്ന ഒരു ഡേറ്റ് വന്നിരിക്കുന്നു, നാളെ വിസ തീരുകയാണ്. അപ്പോഴേക്കായി ഇവളെ എല്ലാം കൂടി കെട്ടിവലിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. അന്നേരം നമ്മൾ പ്രയോഗിക്കുന്ന വാക്കാണ് കെട്ടിവലിക്കുക എന്നുള്ളത്. നിനക്ക് സോക്കേടാകാൻ കണ്ട ഒരു സമയം. ഇതൊരാഴ്ച മുമ്പ് ഈ സോക്കേട എത്ര സൗകര്യമാണ്, എനിക്കും സൗകര്യം നിനക്കും സൗകര്യം. മൂന്നാമതൊരാള് പറഞ്ഞു, അങ്ങനെ മരിച്ച ഇതിനേക്കാൾ സൗകര്യമായിരുന്നു അല്ലേ. നമ്മളെ സൗകര്യത്തിന് അതൊക്കെ. അപ്പൊ അവിടെയൊക്കെ അവിടെയും നമ്മളെ ഈ തുലാസ് തൂക്കുക. ഈ വിസ പോയാൽ പിന്നെ കിട്ടാത്ത രൂപത്തിലുള്ള വിസയാണെങ്കിൽ പോകേണ്ടി വരും. ബന്ധപ്പെട്ട ആളുകളോട് ഏർപ്പാടാക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ, ഉസ്മാന്റെ ഭാര്യയാണ്. റുഖിയയെ നോക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടെ ക്യാമ്പ് ചെയ്തു. ബദറിലേക്ക് പോയില്ല. ബദർ സമരമെല്ലാം കഴിഞ്ഞ് എല്ലാരും ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതാ ബദറിലെത്തുന്നു. ഉസ്മാനെ എപ്പോ വന്നു? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് റുഖിയ്യത്തെന്ന ബീവി മരിച്ചിട്ടുണ്ട്. മരിച്ച് ഖബറിൽ മറവ് ചെയ്ത് ഉസ്മാൻ ബദറിലെത്തുന്നു. എന്തൊരാവേശമാണ്. നമ്മളാണ് ആ കെയർ ഓഫിൽ പിന്നെ അവിടെ കൂടൂലേ? എന്തേ ഇല്ല, ഞാൻ പിന്നെ മരിച്ചു. അതിന്റെ ദിവസവും ഓരോരോ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇത് ആവശ്യം കഴിഞ്ഞ് വേഗം വിഷയത്തിലെത്തി. ഇത്ര വലിയ പൊരുത്തമുള്ള ആൾ, അള്ളാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമുക്ക് വലിയ വിജയങ്ങൾ തരട്ടെ. മൂന്നാമത് ഉഹദ് യുദ്ധം നടക്കുമ്പോൾ ഉസ്മാനെ ഓടിയില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുന്നു, അതിന് നിങ്ങൾ എന്നെ പറയണ്ട, എന്നെ ആക്ഷേപിക്കണ്ട. ശത്രുക്കൾ അഭ്യൂഹം പരത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ശത്രുക്കൾ അഭ്യൂഹം പരത്തിയപ്പോൾ എല്ലാരും ബേജാറായി ഓടി. നബിയെ കാണുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമേ ആ സമയത്ത് നല്ല ഉറച്ച നിലപാട് സ്വീകരിച്ചുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് വരെ പതറിയ സന്ദർഭമാണ്.
അതുകൊണ്ട് അതിനെ ആക്ഷേപിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, മഹത്വം ലഭിക്കുന്ന വഴികൾ തിരഞ്ഞെടുക്കാൻ നാം ശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. വിശ്വാസത്തിന്റെ വിഷയമാണ് ഒന്നാമത്തേത്. അതിൽ ഒരു ഉറച്ച നിലപാട് നമുക്കുണ്ടാവുക. കർമ്മത്തിന്റെ വിഷയത്തിലാവട്ടെ, സാധിക്കുന്ന നന്മകളെല്ലാം നാം പ്രവർത്തിക്കുക. അത് രണ്ടിനു പുറമെ മൂന്നാമത്തൊരു വിഷയമുണ്ട്. അതേതാണ് സഹോദരന്മാരെ? ചെറിയ ചെറിയ കുറുക്കു വഴികളിലൂടെ വലിയ വിജയം കിട്ടുന്ന വഴി ലുഖ്മാനുൽ ഹക്കീമിന്റെ വഴി. അതാണ് ലുഖ്മാൻ. ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാണെങ്കിലും ലുഖ്മാനുൽ ഹക്കീമിനെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ, അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ, അദ്ദേഹം എവിടെയുള്ളത്? അദ്ദേഹം എപ്പോഴും ഉണ്ടാവുക, ലുഖ്മാനുൽ ഹക്കീമിന്റെ കാലത്ത് കുറെ നബിമാരുണ്ടായിരുന്നു. ആ നബിമാരുടെ അടുത്തൊക്കെ ഖിദ്മത്തിന് വേണ്ടി അദ്ദേഹം എത്താറുണ്ട്. ചരിത്രം പറയുന്നു, ഖിദ്മത്ത്, സേവനം, ഉസ്താദുമാർക്ക് സേവനം, സാദാത്തുക്കൾക്ക് സേവനം, ബാപ്പക്ക് സേവനം, ഉമ്മക്ക് സേവനം, ജ്യേഷ്ഠന് സേവനം. ജ്യേഷ്ഠന് ഇസ്ലാമിക ശരീഅത്തിൽ വലിയ സ്ഥാനം, ബാപ്പന്റെ സ്ഥാനം. ബാപ്പ മരിച്ചാൽ ബാപ്പന്റെ സ്ഥാനം ജ്യേഷ്ഠൻ. ബാപ്പ ഹയാത്തിലില്ലെങ്കിൽ ആ ബാപ്പയുടെ പദവി ജ്യേഷ്ഠന്. മുഗ്നി, നിഹായ തുടങ്ങിയ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം, ബാപ്പ മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്നാണ് നിയമം. ബാപ്പ മക്കൾക്കിടയിൽ നീതി പാലിക്കണം, എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ നീതി പാലിക്കുക. ബാപ്പ മരിച്ചു, ഇനി ജ്യേഷ്ഠനാണ് കുടുംബത്തിലെ കാരണവർ. ആ ജ്യേഷ്ഠൻ അനുജന്മാരുടെ ഇടയിൽ നീതി പാലിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം, ജ്യേഷ്ഠൻ അനുജന്മാരുടെ ഇടയിൽ നീതി പാലിക്കണം. ഒരനുജനോടൊരു അവഗണന, മറ്റേ അനുജനോടൊരു പരിഗണന, അങ്ങനെ പറ്റൂല. ഇങ്ങനെ വല്ല അനീതിയും ഒരാൾ പ്രവർത്തിച്ചാൽ നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ ഹദ്റത്തിൽ വരുമ്പോൾ ഒരു സൈഡ് ഉണ്ടാവില്ല. ഇപ്പൊ രണ്ട് സൈഡും ഇല്ലേ? ഉണ്ട്. ആഖിറത്തിൽ ഒരു സൈഡ് ഉണ്ടാവില്ല, ഒരു സൈഡ് മാത്രം അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? എന്റെ രൂപ നനച്ചു വലിയ വലിയ മനുഷ്യന്മാരുടെ നേരത്തെ കല്യാണത്തിന് പോകുമ്പോൾ ചെറിയൊരു ബേജാറുള്ളത്, ഇത് എവിടെയാ സ്ഥലം? മഹ്ശറില്. അപ്പോ ആ ബന്ധങ്ങൾ, ജ്യേഷ്ഠനെ ബഹുമാനിക്കുക, ജ്യേഷ്ഠനോട്, അനുജനോട്, ഉമ്മയോട്, ബാപ്പയോട്, ഉസ്താദിന് സേവനം ചെയ്യുക, ഖിദ്മത്തുകൾ ചെയ്യുക. അവരെ കൊണ്ട് പറയിക്കരുത്, സൂചന കിട്ടിയാ മതി. കഴിഞ്ഞ വർഷം ഒമാനിൽ പോയപ്പോ അവിടെ ഒരു മുത്തഅല്ലിമിനെ കണ്ടു. ധാരാളം മുത്തഅല്ലിമിങ്ങൾ ഏതെല്ലാമോ ലോകത്ത് പല ജോലിയിലും പഠനത്തിലും ഒക്കെ ഉള്ളവരുണ്ടല്ലോ. ഒരു മുത്തഅല്ലിമിനെ, ഒരു വിദ്യാർത്ഥിയെ കണ്ടു. ആ വിദ്യാർത്ഥിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ആ കുട്ടി പറയാണ്, ഞാനിങ്ങനെ ചോദിച്ചു, നീ എന്താണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്? അപ്പൊ അതിന് കുട്ടിന്റെ മറുപടി, അത് ഉസ്താദിന് ഇഷ്ടം അതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തു. അപ്പൊ ഉസ്താദ് എന്തോ പറഞ്ഞോ? പറഞ്ഞില്ല. ഉസ്താദിന്റെ ഇഷ്ടം ഇന്നതാണെന്ന് മനസ്സിലായി അത് പ്രവർത്തിക്കുക വലിയൊരു ബർക്കത്താണ്. അല്ലാഹു തആല ആ പൊരുത്തം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അത് വലിയൊരു ഭാഗ്യ. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, ബുഖാരി ഇമാമിന്റെ ഉസ്താദ് ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി. ഒരു ദിവസം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി എന്നും പറയാം, ഇസ്ഹാഖ് ഇബ്നു റാഹുയഹ് എന്നും ഉച്ചാരണമുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ബുഖാരി ഇമാം ബുഖാരി അടക്കമുള്ള ആളുകളൊക്കെ കുട്ടികളാണ്, അന്ന് മുത്തഅല്ലിമാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി അടക്കമുള്ള മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിന്റെ അടുക്കൽ ഓതിപ്പടിക്കുന്ന കാലം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ചോദിക്കുകയാണ്, ലൗ ജമഅത സ്വഹീഹാ, അല്ല മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ സ്വഹീഹായ ഹദീസിനെ മുഴുവൻ ക്രോഡീകരിച്ച് തന്നാൽ നന്നായിരുന്നു. പറഞ്ഞത് ശ്രദ്ധിക്കൂ, നിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ സ്വഹീഹായ ഹദീസ് ഒന്ന് ക്രോഡീകരിച്ചാൽ വലിയ ഉപകാരമാണ് എന്നേ ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു കുട്ടിയോട് വാ, ഈ പോയിട്ട് കുറച്ച് ഹദീസ് ക്രോഡീകരിച്ചൊരു കിതാബുണ്ടാക്കണം എന്നല്ല പറഞ്ഞത്, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ നന്നായിരുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോൾ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിന്റെ പൊരുത്തം, സുബ്ഹാനല്ലാഹ്, ആ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട മഹാനല്ലേ ഇമാം ബുഖാരി. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഇമാം ബുഖാരി എഴുതിയ സ്വഹീഹാണ്. നിങ്ങൾ ഓർക്കണം, ആ കുട്ടി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ചിന്തിക്കുന്നു, റബ്ബേ,
എന്റെ ഉസ്താദിന് ഇങ്ങനെ ഒരു ആശയുള്ളത്, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് തീരുമാനിച്ച് ഉടനെ തന്നെ അതാ മറുപടി കൊടുക്കുന്നു, ലബ്ബൈക യാ ഉസ്താദ്, ഉസ്താദേ ഞാൻ തയ്യാറാണ്, സഹീഹായ ഹദീസുകൾ ഞാൻ ഇന്ന് ക്രോഡീകരിക്കാം. അന്ന് രാത്രി അതാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നു. റസൂലുള്ള സ്വപ്നത്തിൽ വരികയാണ്. സ്വപ്നത്തിൽ നബി വരുന്നു. നബിയുടെ അടുത്തുണ്ട് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഇങ്ങനെ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ഈച്ചകൾ വരുമ്പോൾ, പ്രാണികൾ വരുമ്പോൾ ആ പ്രാണികളെ ഇങ്ങോട്ട് വരാതെ തടയാൻ വേണ്ടി ഒരു വിശറിയുമായിട്ടാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി ഇരിക്കുന്നത് സ്വപ്നത്തിൽ. പിറ്റേന്ന് രാവിലെ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരിക്ക് മനസ്സിലായി, ഇതാ എന്റെ ഉസ്താദ് പറഞ്ഞ വിഷയം ചെയ്യാൻ തീരുമാനിച്ച കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഇഷ്ടപ്പെട്ടതാണ്. ഉടനെ തന്നെ മദീനയിലേക്ക് പോകുന്നു. റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ അതാ ക്യാമ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് അതാ കിതാബ് തുടങ്ങുന്നു. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ് അതാ രചന ആരംഭിക്കുന്നു. ആവശ്യപ്പെടാതെ തന്നെ ഉസ്താദിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണ് ഭാഗ്യവാന്മാർ. പറയാതെ തന്നെ ബാപ്പയുടെ ആഗ്രഹം പൂർത്തിയാക്കുന്ന മക്കളാണ് ഭാഗ്യവാന്മാർ. ഉമ്മ പറയണ്ട, ആഗ്രഹം ഏതാണെന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കലാണ് വലിയ പൊരുത്തം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, മഹാന്മാരെ വഴിയല്ലേ നമ്മൾ തെരഞ്ഞു നടക്കുന്നത്, അതല്ലേ നമ്മൾ പിന്തുടരേണ്ടത്. അംറു ബിനുൽ ആസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തീരെ വിശ്രമിക്കാത്ത സഹാബിയാണ്. നല്ലൊരു മകനെ അല്ലാഹു അദ്ദേഹത്തിന് നൽകി, അബ്ദുല്ലാഹി ഇബ്നു അംറു ബിനുൽ ആസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് തർക്കിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ നോക്കിയിട്ടില്ല. നബിയുടെ മുഖത്തേക്ക് തർക്കിച്ച് ഞാൻ നോക്കിയിട്ടില്ല. എന്താണ് കാരണം? മഹാബത്തം വഇജ്ലാല. ആ നബിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അവിടുത്തെ മുഖത്ത് അല്ലാഹു നൽകിയ ഗാംഭീര്യമാണ്. നമ്മുടെ ഉസ്താദുമാർ, വലിയ വലിയ ആലിമീങ്ങൾ ചിലപ്പോഴൊക്കെ തമാശ പറയാറുണ്ട്. കാന്തപുരം ഉസ്താദും അതുപോലെ ഒതുക്കുങ്ങല് സുലൈമാൻ മുസ്ലിയാരും, അങ്ങനെയുള്ള ആളെ ഞങ്ങൾ അടക്കമുള്ള നമ്മുടെ നേതാക്കള് ആലിമീങ്ങൾ, ആ ആലിമീങ്ങളൊക്കെ ചിലപ്പോ തമാശ പറയാറുണ്ടെങ്കിലും ഒഴിവുള്ള സമയം അവരെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ സംസാരം തുടങ്ങാൻ നമുക്ക് കഴിയുകയില്ല. തമാശൊക്കെ പറയാറുണ്ടെങ്കിലും അവരെ മുഖത്ത് നോക്കി എന്തെങ്കിലും അങ്ങോട്ടൊരു തമാശ പറയാൻ കഴിയൂല നമുക്ക്. എന്താണ് കാരണം? മഹാബത്തം വഇജ്ലാല. അതാണല്ലോ അബൂ ലഹബ് എന്ന് പറയുന്ന നബിയുടെ പിതൃവ്യനായ അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ഒരു ദിവസം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കാൻ വേണ്ടി വരികയാണ്. നബി തങ്ങൾ നടക്കുന്ന വഴിയിൽ മുള്ളു വാരിയിടലാണ് അവരുടെ ജോലി. ഒരു ദിവസം അവള് വരുന്നു എന്ന് വിവരമറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉമ്മു ജമീൽ വരുന്നുണ്ട്, അബൂ ലഹബിന്റെ ഭാര്യ വരുന്നുണ്ട്, വന്നാ ചീത്ത പറയൂ. നാവെടുത്താൽ തെമ്മാടിത്തെ അവള് പറയൂ, നബിയെ നിങ്ങൾ ചീത്ത പറയൂ അവള്, അതുകൊണ്ട് നിങ്ങളെ ചീത്ത പറഞ്ഞ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. ഒന്ന് മാറണം നബിയെ, എവിടുന്ന് മാറണം? അവളതാ വരുന്നു, ഉമ്മു ജമീല് വരുന്നുണ്ട്, ഒന്നിങ്ങോട്ട് മാറണം. മാറിയാൽ ഞങ്ങൾക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ അവള് പറയും, പറഞ്ഞിട്ട് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മളിവിടെ വളരെ ന്യൂനപക്ഷമല്ലേ. ആ സമയത്ത് ഹബീബായ നബി പറയുന്നു, അസ്ഹാബിമാരെ നിങ്ങൾ പേടിക്കണ്ട, ലന്തറാനി, എന്നെ അവള് കാണൂല, അവള് വരുന്നല്ലാതെ എന്നെ അവള് കാണൂല. ഉറപ്പ്, അവൾ ഇങ്ങോട്ട് വരുമെന്നല്ലാതെ എന്നെ അവള് കാണൂല. അല്പം കഴിഞ്ഞ് ഉമ്മു ജമീൽ വന്നു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മു ജമീൽ തിരയുന്നു. എവിടെ? നേരെ മുമ്പിലുണ്ട്. അല്ലാഹു തആല മറയിട്ടതാണ്, അല്ലാഹു മറടുകയാണ്. ആലിമീങ്ങൾക്ക് അല്ലാഹു മറ നൽകും, സാദാത്തുക്കൾക്ക് അല്ലാഹു മറ നൽകും, മോമിനായ മനുഷ്യൻ അല്ലാഹു മറ നൽകും. നിന്നെ നശിപ്പിക്കണമെന്നൊക്കെ ആരൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ തൊടാൻ കഴിയില്ല. നിന്നെ കലക്കി കുടിക്കുമെന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട്, നിന്നെ തൊടാൻ കഴിയില്ല. ഓ യുവാവേ, ദേശം കളിയും തമാശയൊക്കെ ഉണ്ടെങ്കിലും നിസ്കാരവും നോമ്പും ഇബാദത്തും സാലിഹ്യങ്ങളോട് ബഹുമാനവും ഉണ്ട് എങ്കിൽ നിന്നെ തൊടാൻ ആർക്കും കഴിയൂല. നമ്മളെ കുട്ടികൾ, നമ്മളെ അനുജന്മാര്
നമ്മളെ പ്രവർത്തകന്മാര് റഹ്മാനായ പടച്ചവൻ ആ റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല, പേടിച്ചിട്ട് ഗാംഭീര്യം, അത്ര ബഹുമാനമാണ്. ആ അംർ ബിൻ ആസ് നബി തങ്ങൾ വഫാത്തായതിനു ശേഷം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഗവർണറായി പോയിട്ടുണ്ട്. ഈജിപ്ത് മുഴുവനും ഫത്ഹാക്കിയ അദ്ദേഹമാണ്. ഈജിപ്ത് ഉമർ ബിൻ ഖത്താബിന് വലിയ ഇഷ്ടമാണ് അംർ ബിൻ ആസിയോട്. അംർ ബിൻ ആസ് അങ്ങോട്ട് അയച്ചു. ഇപ്പോഴും ഉണ്ട് അവിടെ. വാപ്പന്റെ പേരിൽ മകൻ ഒരു പള്ളി ഉണ്ടാക്കി ഈജിപ്തിൽ വാപ്പാന്റെ പേരിൽ മകൻ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയുടെ പേരാണ് ജാമിഉ അംർ. അംർ ബിൻ ആസിന്റെ പേരിൽ ഒരു പള്ളി തന്നെ കാണാം ഈജിപ്തിൽ. മകൻ ഉണ്ടാക്കിയ നല്ല മക്കളുണ്ടായാൽ ബാപ്പക്ക് പവറാണ് ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ആ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലസ്തീനിലേക്ക് പോകുന്ന പടയുടെ തലവനാക്കി. എന്നിട്ട് പറഞ്ഞു, അംറേ, പടത്തലവനായി നീ പോയിക്കോ. അവിടുത്തെ അമീർ ആരാണ്? അബൂ ഉബൈദയാണ്. ഇത് അംർ ബിൻ ആസിക്ക് ചെറിയൊരു വിഷമോ എന്ന് പറഞ്ഞൂടെ, ഒരു പ്രയാസം. രണ്ടും ഒന്നല്ലേ, എന്നാലൊരു ബുദ്ധിമുട്ടായിക്കോട്ടെ. അബൂബക്കർ സിദ്ദീഖ് വളരെ കരുതിയേ സംസാരിക്കും. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, സൈന്യത്തിന്റെ കൂടെ പോകുന്ന കൊടിവാഹകൻ നീ ആയിക്കോ. അവിടുത്തെ പ്രധാനപ്പെട്ട അമീറായിട്ട് ഞാൻ വെച്ചത് അബൂ ഉബൈദയാണ്. അംർ ബിൻ ആസ് ഒന്നും പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖാണ് പറയുന്നത്, ഖലീഫത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഖലീഫയാണ്. ആ ഖലീഫ പറഞ്ഞാൽ ധിക്കരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പറഞ്ഞതുപോലെ കൊടിയുമായിട്ട് നാളെ രാവിലെ പോകാനുണ്ട്. ഉടനെ തന്നെ അംർ ബിൻ ആസിക്ക് തോന്നി, ഞാൻ ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കൽ പോയെന്ന് പറയട്ടെ. അങ്ങനെയുണ്ട് ചില ആളുകൾ നിയമനം നൽകുന്നത് അയാളാണെങ്കിലും അത് ശുപാർശ ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആക്കാൻ കഴിവുള്ള മധ്യവർത്തികൾ ഉണ്ടാവും. അവിടെ ഭരണം സിദ്ദീഖിന്റേതാണെങ്കിലും അതിന്റെ ഇടയിലൊക്കെ എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ആളാണ് ഉമർ ബിൻ ഖത്താബ്. അബൂബക്കർ സിദ്ദീഖിന്റെ ശമ്പളം വരെ നിശ്ചയിച്ചത് ഉമർ ബിൻ ഖത്താബാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശമ്പളം 2000 നിശ്ചയിച്ചത് ഉമർ ബിൻ ഖത്താബാണ്. ആ 2000 ശമ്പളം നിശ്ചയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്റെ കച്ചവടമൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ ഈ ഭരണത്തിന്റെ ഈ ഏർപ്പാടിന് പോകുന്നത്. അതുകൊണ്ട് ഈ 2000 എനിക്ക് മതിയാവുകയില്ല. എനിക്ക് കുറെ മക്കളുണ്ട്, അസ്മയുണ്ട്, അതുപോലെ അബ്ദുറഹ്മാനുണ്ട്, മുഹമ്മദുണ്ട്. അവരെല്ലാം ഞാൻ നോക്കണം. കച്ചവടം കൊണ്ടാണ് എന്റെ ജീവിതം. ഈ 2000 കൊണ്ട് എനിക്ക് എന്റെ ഈ പരിപാടി നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ശമ്പളം അധികം തരാൻ കഴിയില്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അടക്കമുള്ള സ്വഹാബത്തിനോട് മുശാവറ ചെയ്ത് പ്ലസ് 500 കൂട്ടി. 500 കൂട്ടിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഹംദുലില്ലാഹ്. അതിനു പുറമെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആഴ്ചയിൽ ഒരു ആടിനെ അറുത്ത് സാധുക്കൾക്ക് വിതരണം ചെയ്തോ. പലരും വരുമല്ലോ കാണാൻ, അപ്പൊ അവർക്ക് ഒരു കറിയെല്ലാം ഉണ്ടായി കൊടുക്കണ്ടേ ഒരാടിനെ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, എങ്കിൽ ആ ആടിന്റെ തലയും ആടിന്റെ കാലും എന്റെ കുടുംബത്തിന് തരണം. ഒക്കെ ചോദിച്ച് പാസ്സാക്കിയാൽ ഹലാലായിട്ട് നിന്നാലോ, അല്ലെ വരിക്ക് പോയി നിൽക്കണ്ടേ? വരിക്ക് ഇങ്ങനെ പോയി നിൽക്കുമ്പോ ആളുകൾ പറയും, അല്ലല്ല ആരാ അമീറിന്റെ പെണ്ണുങ്ങൾ ഈ ലൈനിലോ, എന്തിന് അതിന് പോകണം? അപ്പൊ ആടിന്റെ തലയും കാല്, ഇറച്ചിയില്ലാത്ത കാലിന്റെ ഭാഗം, അത് രണ്ടും പാസ്സാക്കി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒക്കെ ഉമറാണ് അതിനുള്ളിലുള്ള ആള്. ഭരിക്കുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് ആണെങ്കിലും ഉമർ ബിൻ ഖത്താബിന് നല്ല വോയിസ് ആണ് അവിടെ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിന്റെ ആ വിധി അംഗീകരിച്ചെങ്കിലും ചെറിയൊരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന ചിന്തയോടുകൂടി മെല്ലെ ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അബൂ ഉബൈദത്തുൽ ജറാഹിനെയാണല്ലോ അമീറാക്കിയത്. സാധുവായ എനിക്ക് നല്ല ശക്തിയുണ്ട്, ശത്രുക്കളോട് എനിക്ക് നല്ല വെറുപ്പുണ്ട്. ഏത് സ്ഥലത്ത് കൊണ്ടുപോയിട്ടാലും അവിടെയൊക്കെ തിളങ്ങാൻ എന്നെ കൊണ്ട് കഴിയും. അതുകൊണ്ട് എനിക്ക് ആ ചാൻസ് കിട്ടിയാലും ഞാനത് സ്വീകരിക്കുന്നതാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നു, അംറേ, മിണ്ടിപ്പോകരുത്. ആരാണ് അബൂ ഉബൈദ? അമീനു ഹാദിഹിൽ ഉമ്മ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബിതങ്ങൾ തന്നെ അമീനു ഹാദിഹിൽ ഉമ്മ എന്ന് പേരിട്ട വലിയ നേതാവാണ്. ആ അബൂ ഉബൈദയുടെ സ്ഥാനം നിനക്കില്ല. നീ സീനിയർ അല്ല, നീ ജൂനിയർ ആണ്. നീ വൈകി ഇസ്ലാമിൽ വന്ന ആളാണ്. നിന്റെ മുമ്പ് ഇസ്ലാമിൽ വന്ന് സീനിയോറിറ്റി ഉള്ള ആ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു എല്ലാ സ്ഥലത്തും പങ്കെടുത്ത ആളാണ്. അഖബയിലും ഉണ്ട്, ബദറിലും ഉണ്ട്, ഉഹുദിലും ഉണ്ട്. എല്ലാ നല്ല സ്ഥലങ്ങളിലും പങ്കെടുത്ത നേതാവാണ്. എല്ലാ സ്ഥലത്തും അദ്ദേഹമുണ്ട്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിന്റെ തീരുമാനത്തെ മാറ്റാൻ നീ ആവശ്യപ്പെടണ്ട. നീ ആ അബൂ ഉബൈദയുടെ ഒരു ഖാദിമായി നിന്നോ. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്നു, ഫൽ അംറു കദാലിക, എങ്കിൽ ഓ ഉമർ എന്നവരെ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാനത് സമ്മതിച്ചു. ഇതാണ് പറഞ്ഞാൽ അത് വഴിപ്പെടണം. നീ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, നീ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. എന്നോട് നേതൃത്വം പറയുന്നു, ഇപ്രാവശ്യം നീ വേണ്ട, ഇപ്രാവശ്യം മറ്റൊരാൾ ആ സ്ഥാനത്ത് വഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ കഴിയണം. അങ്ങനെ വരാതിരിക്കുമ്പോഴാണ് കമ്മിറ്റികളിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്. പള്ളി കമ്മിറ്റിയുടെ മുത്തവല്ലി തന്നെ പ്രസിഡന്റ്, അയാൾ തന്നെ മദ്രസന്റെ സെക്രട്ടറി, അയാൾ തന്നെ ഇപ്പൊ നേർച്ച കമ്മിറ്റി ഉണ്ട്, അതിന്റെ പ്രിൻസിപ്പാൾ മുപ്പര് തന്നെ, ഒക്കെ അയാൾ തന്നെ. ഇത് ഏതെങ്കിലും ഒന്നൊക്കെ അമ്മ കിട്ടിയ ഒരു സമാധാനമായിരുന്നു എന്ന് ചോദിച്ചു പുതിയ കോട്ട് ഒക്കെ ജനറൽ ബോഡിക്ക് പോയതാണ്. അന്നും എല്ലാവരോടും തെറ്റിപ്പീരല്ലേ. നമ്മൾ മുമ്പുള്ള ഭാരവാഹികൾ തന്നെ ഒരു കൊല്ലം കൂടി പരീക്ഷിക്കുക. അപ്പൊ ഇവനിങ്ങനെ ചൊറിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എല്ലാ കൊല്ലവും ഒന്നും തന്നെ, പിന്നെ ഈ ജനറൽ ബോഡി വേണം. മനുഷ്യനങ്ങനെ കുതിരാക്കുക. ആരാ അധ്യക്ഷൻ? അധ്യക്ഷൻ വലിയൊരു തഖ്വയുള്ള സാലിഹായ മനുഷ്യനാണ്, തങ്ങളാണ്. ആ വലിയ തങ്ങൾ അവിടുന്ന് പറയുന്നു, കഴിഞ്ഞ കൊല്ലത്തെ അതേ കമ്മിറ്റി തന്നെ മതി. അപ്പോഴും നമ്മളെ മനസ്സിൽ വെറുപ്പാണെങ്കിൽ, ഓ സഹോദരാ, മഹാന്മാരെ മാതൃക നമുക്ക് ഇല്ലാതെയായി പോകും. നമ്മളവിടെ എന്ത് വേണം? എല്ലാ വിഷയത്തിലും സാലിഹ്യങ്ങൾ പറഞ്ഞത് അനുസരിച്ച് കൊള്ളണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ എത്ര ഇഷ്ടമാണ് നബിക്ക്. ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കളിച്ചിട്ടില്ല, ജീവിതത്തിൽ കളിച്ചിട്ടില്ല. കുട്ടികൾ, യുവാക്കൾ മനസ്സിലാക്കണം, കളിക്കാത്തതൊരു മോശമാണെന്ന് വിചാരിക്കണ്ട. അതാ അടുത്ത വീട്ടിലുള്ള ജാഫറും മറ്റേ വീട്ടിലെ നാസറും അതിന്റെ അപ്പുറത്തെ വീട്ടിലെ അഷ്റഫും കളിക്കാൻ കളിക്കളത്തിൽ പോയപ്പോൾ ഒരു കുട്ടി മാത്രം പോയില്ല. ആ കുട്ടിയെ ആളുകൾ കൂടി വെറുതെ കളിയാക്കരുത്, എടാ ഈ എന്ന്. ആൺകുട്ടിയല്ലടാ, എല്ലാരും കണ്ടില്ല കളിക്കളി. ഇങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് കളിക്കാതെ ജീവിച്ച കുട്ടിയായതുകൊണ്ട് അലിന് അല്ലാഹ് ഹിക്മത്ത് നൽകി. വലിയ സാമർത്ഥ്യമുള്ള ആളാണ്. ഹൈദർ എന്നാണ് പേര്, സിംഹമാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ഒരു യാത്രാ സംഘത്തിന്റെ കൂടെ പറഞ്ഞേക്കാതെ വീട്ടിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, സ്ത്രീകളുടെ കാര്യം നീ നോക്കിക്കോ, സ്ത്രീകളുടെ കാര്യം ചോദിക്കോ, മറ്റോ കോല് പോയിക്കോട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് ഇങ്ങനെ വിചാരിച്ചു, റബ്ബേ, എല്ലാറ്റിനും കൊള്ളാവുന്ന ഒരാളാണല്ലോ ഈ സാധുവായ അലി, എനിക്ക് തന്ന പണി സ്ത്രീകൾ നോക്കുന്ന ചുമതലയാണല്ലോ എനിക്ക് തന്നത്. മനസ്സിന് വല്ലാത്ത ക്ലേശം വന്നുപോയി. ഉസ്താദ് പറഞ്ഞാൽ ആലിമീങ്ങൾ പറഞ്ഞാൽ അതപ്പടി അനുസരിക്കലാണ് നമ്മളെ മര്യാദയായി വരേണ്ടത്. അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഉമ്മയും ബാപ്പയും, മൂത്ത മകൻ ദുബായിൽ, രണ്ടാമത്തെ മകൻ ഖത്തറിൽ, മൂന്നാമത്തെ കുവൈത്തിൽ, നാലാമത്തെ ആരാ? നമ്മളാണ്. പാസ്പോർട്ട് ആരും അറിയാതെ നമ്മളൊന്ന് വാങ്ങിയിട്ടുണ്ട്. ബാപ്പന്റെ ഉള്ള ഇപ്പം പോകണ്ടെന്നാണ്, വീട്ടിലൊരാൾ വേണ്ടേ. അതുകൊണ്ട് നാസിർ പോണ്ടെന്നാ ബാപ്പയും ഉമ്മയും കൂടി കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര യോഗത്തിൽ തീരുമാനം, നാസിർ ഗൾഫ് പോണ്ട. മൂത്ത മകൻ വീടൊക്കെ ഉണ്ടാക്കി, രണ്ടാമത്തെ മകൻ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നാലാമത്തെ നാസിർ, അവന് പാസ്പോർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ രണ്ടഭിപ്രായം. കാരണം അവരറിയില്ല, പക്ഷേ അതിൽ വിലപ്പെട്ട അഭിപ്രായം പാസ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. കാരണം ഉമ്മയും ബാപ്പയും അറിഞ്ഞിട്ടില്ല, പാസ്പോർട്ടൊക്കെ ഉണ്ട്, റെഡിയാ. പക്ഷേ ആ ബാപ്പന്റെയും ഉമ്മന്റെയും ആഗ്രഹം നാസിർ പോകണ്ട എന്നാണ്. ജ്യേഷ്ഠന്മാരാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിങ്ങനെ പറയും, ഇവിടെ വലിയ ചൂടാണ് കേട്ടോ, ഇങ്ങോട്ട് വരണ്ട. കാരണം അവര് ആഗ്രഹം വരെ ഇവിടെ നിൽക്കല. കാരണം ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ആശാരനെ കൊണ്ടുവരാനും കുറുപ്പിനെ വിളിക്കാനും പീടികകളുടെ ഇടപാട് നടത്താനും ഇവിടെ ഒരാള് വേണ്ടേ. ഇവിടെ ഉമ്മയും ബാപ്പയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ നാസിർ ഇവിടെ ഉണ്ടായാൽ സംഗതി ഓക്കെ. നാസിർ സ്വന്തം ഇങ്ങനെ ആലോചിച്ച് ചിലപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കും, പഠിച്ചു ഞാനിങ്ങനെ ഒരു അമ്മായി ആയിട്ട് കൂടുക ഇവിടെ. ആ പഴയ കളിത്തുണി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി സമയം പോവുക. രണ്ടു മൂന്ന് ആ വായിച്ചേരിപ്പ് തേഞ്ഞ് നടന്നിട്ട്
മറ്റൊരു വലിയ പെട്ടിയായിട്ട് കൊല്ലത്തിൽ 2 കൊല്ലത്തിൽ ഇങ്ങനെ വിമാനം ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ പോകുന്ന ബാധ്യത നമുക്ക്. പിന്നെ ഇവരൊക്കെ ഭാര്യമാര് പ്രസവിച്ചാൽ ആശുപത്രി കൊണ്ടുപോലും മരുന്ന് കൊടുക്കലും നമ്മളെ പണിയാണ്. നമ്മളൊരു ഓരോരോ വിധി. പൊന്നു വാപ്പ, ഞാസറാകുന്ന ഞാനും നിങ്ങൾക്കുള്ളതെന്നല്ലേ? ഈ നമ്മളെ കരളല്ലേ? കരള് കൊരള. 3 ആളെ നിങ്ങൾ സമയത്തിന് പറഞ്ഞയച്ച് നമ്മളോട് പറഞ്ഞു പോകണ്ടെന്നല്ലേ? ഇതൊന്നും സഹിക്കാൻ കഴിയില്ല. ആ ഉമ്മയോടും ബാപ്പയോടും പറഞ്ഞ് തെറ്റാനാണ് ഭാവമെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബിനെ മറന്നു പോകണ്ട. അലി ഇബ്നു അബീ ത്വാലിബ് സ്ത്രീകളെ നോക്കാൻ വേണ്ടി ക്യാമ്പിൽ നിൽക്കുന്നു. കുറെ മാസം അങ്ങ് കഴിഞ്ഞപ്പോൾ വലിയ ഭാഗ്യം അലിയിനെ തേടി വന്നുപോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെങ്കണ്ണ് രോഗം ബാധിച്ച് കിടക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയിനെ വിളിപ്പിക്കുന്നു. അലി നബി തന്നെ അറിയില്ല എന്തിനാ വിളിപ്പിക്കുന്നത്. വിളിച്ചാൽ റെഡി, എന്ത് പറഞ്ഞാലും റെഡിയാണ്. ഒരു വിഷയത്തിലും എനിക്ക് നബിയോട് അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് നബിയെ വിളിച്ചത്? അവിടെ ഹൈബറിലേക്ക് പോകണോ? ഈ പോകണം, കൊടിന്ന് ഹൈബറിലേക്ക് ഈ പോകണം. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് 2 കണ്ണും കണ്ണിന് കാഴ്ചയില്ലാത്ത വിഷമത്തിലാണ്. ചെങ്കണ്ണ് രോഗം ബാധിച്ച ഞാൻ എങ്ങനെ കൊടി പിടിച്ച് മുന്നിൽ നിൽക്കും? ഉമർ ഇബ്നുൽ ഖത്താബ് അതാ ഒഴിഞ്ഞു നിൽക്കുന്നു. ഒന്ന് വിളിച്ചോളൂ, അദ്ദേഹം പോകൂലേ? ഉമറിന് ആഗ്രഹമുണ്ട് പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ വിളിച്ചില്ല, അലിയെ വിളിച്ചിട്ട് കൊടി കൊടുത്തു. എന്നിട്ട് അതാ അലി പറയുന്നു, എന്റെ കണ്ണിലൊന്ന് മന്ത്രിച്ചു തരണം. സഹീൽ ഇബ്നു സഅദിൽ നിന്ന് സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫബസത ഫീ ഐനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 കണ്ണുകളിൽ അതാ തുപ്പുന്നു. ആ കണ്ണുകളിൽ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ലഭിച്ച കാരണം കൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് ഹൈബറിൽ പോവുകയും ഹൈബറിൽ വിജയം വരിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതിനുശേഷം എന്റെ കണ്ണിന് രോഗം എന്ന സാധനമേ ഉണ്ടായിട്ടില്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വാലിഹീങ്ങളുടെ ഖിദ്മത്ത്, മഹാന്മാരുടെ ഖിദ്മത്ത്, ലുഖ്മാനുൽ ഹക്കീമിന്റെ വലിയ ഭാഗ്യത്തിന്റെ കാരണം അദ്ദേഹത്തിന്റെ ഖിദ്മത്തുകൾ ആയിരുന്നു. ഖിദ്മത്തുകൾ ചെയ്യും. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ വലിയ വലിയ പദവി ആർജിച്ച ആളുകളെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. എല്ലാം ഖിദ്മത്ത് കൊണ്ട് വിജയിച്ചവരാണ്. ഈ മജ്ലിസിൽ തന്നെ നല്ല നല്ല ആലിമീങ്ങൾ, മക്കള് നല്ല ആലിമീങ്ങളായി, മക്കള് നല്ല സ്വാലിഹീങ്ങളായി ഭാഗ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷാകർത്താക്കൾ ഈ സദസ്സിൽ ഞാൻ കാണുന്നു. അവരുടെ ആ ഭാഗ്യത്തിന്റെ മുഴുവൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ നല്ല നല്ല വ്യക്തികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത കാരണത്തിന്റെ പേരിൽ അല്ലാഹു തആല ആ കുടുംബത്തിന് നൽകിയ പത്രാസാണ്, പവറാണ്. അല്ലാഹു നൽകുന്ന പവറാണ്, പത്രാസാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്ന് പണ്ഡിതന്മാരുടെ ഒരു മുശാവറയുണ്ട്, ഒരു സഭയുണ്ട്. വലിയ വലിയ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്ന മുശാവറയാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുശാവറ. ഇന്ന് നമ്മുടെ ഉലമാഇന്റെ മുശാവറ വളരെ ഗാംഭീര്യമുള്ള മുശാവറയാണെങ്കിലും ഇന്ന് നമ്മളെ ആലിമീങ്ങളെ മുശാവറയിൽ രാഷ്ട്രത്തിന്റെ ഭരണം ചർച്ചയിൽ വരുന്നില്ലല്ലോ, മസലകളാണല്ലോ വരുന്നത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുശാവറയിൽ രാഷ്ട്രത്തിന്റെ ഭരണവും വിഷയമാണ്, മതപരമായ കാര്യങ്ങളും ചർച്ചയാണ്. ആ മുശാവറയിൽ നിരവധി മെമ്പർമാരെ എടുത്ത കൂട്ടത്തിൽ ഒരു ചെറിയ കുട്ടിയും മെമ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അതാരാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ മുശാവറയിൽ എടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ചോദിച്ചു ഉമറിനോട്, എന്താണ് ഈ മൈനറായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ നിങ്ങൾ ഈ സഭയിൽ എടുത്തത്? കുറച്ചുകൂടി സീനിയോറിറ്റി ഉള്ള വലിയ വലിയ സ്വഹാബിമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതിന് മറുപടി പറയുന്നത്, ഈ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ അത് സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ തലയിൽ കൈവച്ച് നല്ല ദുആ നടത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ അല്ലിംഹുൽ ഹിക്മ,
അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ് അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ. ഈ അബ്ദുല്ലാഹ്ക്ക് നീ അറിവ് നൽകണമേ, പൊരുത്തം നൽകണമേ എന്ന് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന മാത്രമല്ല, ഒരിക്കൽ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ അർത്ഥമറിയാൻ വേണ്ടി ഞാൻ എല്ലാവരെയും വിളിച്ചു, അവരോട് ചോദിച്ചു. ഉമർ പറയുകയാണ്, ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹു വറഅയ്തന്നാസ് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ എന്ന അധ്യായത്തിന്റെ അർത്ഥം ഞാൻ എല്ലാവരോടും വിളിച്ചു ചോദിച്ചു. അവരെല്ലാവരും അർത്ഥം പറഞ്ഞു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇതിന്റെ അർത്ഥം മറ്റൊരർത്ഥമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നാൽ, വൽ ഫത്ഹു, മക്ക വിജയം വന്നാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ മതത്തിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരുന്നതും കണ്ടാൽ ഫസ്തഗ്ഫിർ, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുക, പ്രാർത്ഥിക്കുക, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ഇതാണ് അതിന്റെ അർത്ഥം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് പറയുന്നു, ഈ ആയത്തിന്റെ അർത്ഥം, നബിയേ നിങ്ങളുടെ വഫാത്ത് അടുത്തിട്ടുണ്ട്. ഈ സൂറത്തിന്റെ താല്പര്യം നബിയുടെ വഫാത്ത് അടുത്തിട്ടുണ്ട് എന്നാണ്. ഇതങ്ങ് കേൾക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു പോയി. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം അക്കാരണം കൊണ്ട് തന്നെ തന്റെ മുശാവറയിൽ എടുക്കുന്നു. ഞാൻ പറയുന്നത്, മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവർ പറയുന്നത് അനുസരിക്കുക, അവരുടെ തൃപ്തി കരസ്ഥമാക്കുക, അവരുടെ കൂടെ നടക്കുക, അവരുടെ കൂടെ ഇരിക്കുക, അവരുമായി ബന്ധപ്പെടുക. ഹിജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി പറയുന്നു, 3 ദിവസം ഭക്ഷണം കിട്ടാത്ത പക്ഷം മനുഷ്യ അതിന്റെ ശരീരത്തിൽ ക്ഷീണത്തിന്റെ അടയാളങ്ങൾ വരും. എന്നാൽ 3 ദിവസം നീ ആലിമീങ്ങളുമായി ബന്ധപ്പെടാതെ ജീവിച്ചാൽ നിന്റെ റൂഹിന് ക്ഷീണം സംഭവിക്കും. കുട്ടികളെ ക്ലബ്ബുകളിൽ സമയം ചെലവഴിക്കുമ്പോൾ മറന്നുപോകരുത്. നിങ്ങൾ അവിടെയും ഇവിടെയും തെണ്ടി നടക്കുമ്പോൾ നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങളെ ശരീരത്തെക്കാൾ പവറുള്ളൊരു വസ്തു നിങ്ങളുടെ ശരീരത്തിന്റെ റൂഹാണ്. ആ റൂഹിന് ശക്തി ലഭിക്കണമെങ്കിൽ വലിയ വലിയ ഉന്നതന്മാരായ വ്യക്തികളുമായി ബന്ധപ്പെടണം, അവരെ മജ്‌ലിസിലിരിക്കണം, അവരെ കൈപിടിക്കണം. ആ കൈപിടുത്തം സ്വാലിഹീങ്ങളെ കൈ പിടിച്ചാൽ മാത്രം പോരാ, അവരെ ഓർമ്മക്കുറിപ്പിൽ നിങ്ങളെ പേരുണ്ടാകണം. ചില കുട്ടികളൊക്കെ പറയും, ഉസ്താദേ എനിക്ക് എല്ലാരെയും പരിചയമാണ്, എല്ലാരെയും എനിക്ക് പരിചയമാണ്. ഞാൻ ചോദിക്കും, അവർക്കൊക്കെ നിന്നെ പരിചയമുണ്ടോ? ഇങ്ങോട്ട് അറിയോ എന്ന് സംശയമാണ്. എനിക്ക് അങ്ങോട്ട് എല്ലാരെയും പരിചയമാണ്. തങ്ങൾ പാപ്പാനെ ഞാൻ എവിടെ കണ്ടാലും അറിയോ. ഇങ്ങോട്ടറിയോ? ഇങ്ങോട്ട് അറിയോന്ന് അറിയില്ല. ഇതിന് അല്ല, ഇതല്ല പരിചയം, ഇതല്ല പരിചയം. ആ മലയുടെ മുകളിലേക്ക് നോക്കൂ, മലപ്പുറത്തിന്റെ ആ മലയിലേക്ക് നോക്കൂ, ആ മലയിൽ കാണുന്ന ആട്ടിൻപറ്റത്ത് നോക്കൂ. ആ ആട്ടിൻപറ്റം ആരുടേതാണ്? ആ ആട്ടിൻപറ്റത്തിന്റെ ഉടമ ആരാണ്? ഒരു ചെറിയ ബാലൻ. ആ ബാലൻ ആടുകളെയും കൊണ്ട് രാവിലെ മലയിൽ കയറും, വൈകുന്നേരം ആടിനെയും കൊണ്ട് താഴെ വരും. അങ്ങനെയാണ് ആ ബാലന്റെ ജീവിതം. വളരെ സാധുവാണ്. ഒരു യജമാനന്റെ കീഴിൽ, ഒരു സയ്യിദിന്റെ കീഴിൽ വേലക്കാരനായി ജോലി ചെയ്യുന്ന അടിമയാണ്. ആടുകളെ പറന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്, ആടുകളെ മേച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഒരു ദിവസം ആ മലയുടെ മുകളിൽ കടന്നു വരുന്നു 2 അതിഥികൾ വരുന്നു. ഒന്ന് ആരാണ്, മറ്റേത് ആരാണ്? പിന്നീട് പറയൂ. ഞാൻ 2 ആള് വന്നു. ഇപ്പൊ സദസ്സിലേക്ക് വന്ന 2 ആളുകളെ കുറിച്ചും നമുക്ക് അങ്ങനെ പറയാം. യാദൃച്ഛികമായി ഒത്തു വന്നതാണ്. ആ 2 ആളുകൾ വന്നു. ആ 2 ആളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ദാഹിക്കുന്നു, ഇവിടെ വല്ലതുണ്ടോ? കുറെ ആടുകളെ കാണുന്നു. ഈ ആടുകളിൽ നിന്ന് ഏതെങ്കിലും ഒരാടിന്റെ പാല് കിട്ടിയാൽ ദാഹം തീർക്കാമല്ലോ, പാലുണ്ടോ? ആ ബാലൻ മറുപടി പറയുന്നു, ഈ ആടുകൾ എന്റേതല്ല, ഇത് എന്റെ ഉടമസ്ഥന്റെ യജമാനന്റെ ആടുകളാണ്. ആട്ടിൻപറ്റത്തെ മേയ്ക്കാനല്ലാതെ കറക്കാനുള്ള അധികാരം എനിക്കില്ല. കാരണം ഞാനൊരു ഇടയനാണ്, കൂലിവേല ചെയ്യുന്ന ആളാണ്. ഇതിന്റെ പാൽ കറന്നു കുടിക്കാൻ എനിക്ക് അധികാരമില്ല, തരാനും അധികാരമില്ല. ഈ 2 വ്യക്തികൾ ആ സമയത്ത് പറയുന്നു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ഈ ആട്ടിൻപറ്റത്തിൽ കറവ് പറ്റി ഏതെങ്കിലും ആടുണ്ടോ? ഉണ്ട്. ആ ആടിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? തരാം. ആ ആടിനെ ഞാൻ കറക്കട്ടെ, അത് വിരോധമുണ്ടോ?
യജമാനന് തടസ്സം ഉണ്ടാവില്ലല്ലോ. പാലും കറവുള്ള ആടിന്റെ പാല് കറക്കുന്നതിലല്ലേ കുറ്റുള്ളൂ. തീരെ കറവയില്ലാത്ത ആടിനെ തന്നാൽ നമ്മളൊന്ന് കറന്നിട്ട് പാല് കുടിക്കുന്നതിന് വിരോധമുണ്ടോ? ആ സമയത്ത് ആ ബാലൻ ആലോചിച്ചു, വല്ലാത്തൊരു ചോദ്യം തന്നെ, എന്തു മറുപടി പറയണം? മെല്ലെ ഒരാടിനെ കാണിച്ചു കൊടുത്തു. അത് ആ ആടിന് കറവില്ല, അതിനെ വേണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തോളൂ. മെല്ലെ ആട്ടിന്റെ അവിട്ടിലതാ കൈവെക്കുന്നു. കൈവച്ചപ്പോൾ പാല് അതാ അതിൽ നിന്ന് പുറപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. പാല് പാത്രത്തിൽ വെച്ച് ഈ രണ്ട് അതിഥികളും കുടിക്കുന്നു. ബാക്കി പാല് ആ ഇടയന് നൽകുന്നു. ആ ഇടയന്റെ തലയിൽ മെല്ലെ അതാ ആ ഗുരു കൈവെക്കുന്നു. കൈവച്ചിട്ട് പറയുന്നു, ബാറക്കല്ലാഹു ലക മോനെ, നിനക്കല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെ നല്ലൊരു വാക്ക് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ നമ്മൾ വിജയിച്ചു, നമ്മൾ സന്തോഷിച്ചു. നമ്മളെ കല്യാണത്തിന് എന്തിനാണ് നല്ല നല്ല വ്യക്തികളെ നമ്മൾ വിളിക്കുന്നത്? അവരെ നല്ലൊരു വാക്ക് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെ കട ഉദ്ഘാടനത്തിന് നല്ലൊരു സാലിഹായ മനുഷ്യനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ദുആ കിട്ടാൻ വേണ്ടിയാണ്. അതാ രണ്ട് അതിഥികളിൽപ്പെട്ട ഈ അതിഥി ആരാണെന്നറിയാമോ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ കൂടെയുള്ള ആൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ ഇടയനോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ബാലന് സന്തോഷമായി. ബാലനൊരു പ്രാർത്ഥന കിട്ടി. അന്ന് ഇസ്ലാമിൽ വന്നിട്ടില്ല. ആ ബാലനൊന്നും മുസ്ലിമല്ല. വലിയൊരു പൊരുത്തം കിട്ടിയതാണ്. പിറ്റേന്ന് രാവിലെ ആ ബാലനതാ മക്കയിലേക്ക് പുറപ്പെട്ടു. കഅബ ശരീഫിന്റെ മുറ്റത്ത് ആ രണ്ടാളും ഇരിക്കുന്നുണ്ട്. ഏത് സമയത്ത് പോയാലും പള്ളിയിൽ അവരുണ്ടാകും. അൽ മുഅ്മിനു ഹയ്യിനുൻ ലയ്യിനുൻ. ഈമാനുള്ള മനുഷ്യനെപ്പോഴും ഹയ്യിനാണ്, ലയ്യിനാണ്. അവന്റെ ചുമലെപ്പോഴും മറ്റുള്ളവർക്ക് കൈവെക്കാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തോളിൽ എപ്പോഴും പോയി കൈവെക്കാൻ കഴിയും. അത്രയും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ അടുക്കൽ ഇബ്നു മസ്ഊദ് ചെന്നിട്ട് ചോദിക്കുന്നു, തഅരിഫുനി, എന്നെ അറിയുമോ? ഓ, നിന്നെ അറിയാം. ഇന്നലെ മലയിൽ വന്നപ്പോൾ ആടിന്റെ പാല് ചോദിച്ചപ്പോൾ യജമാനന്റെ ആടാണെന്ന് പറഞ്ഞതും പിന്നീട് ആ കറവില്ലാത്ത ആടിനെ കാണിച്ചതും നീയല്ലയോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അന്ന് മുതൽ നബിയുടെ ഖാദിമായി ജീവിക്കുന്നു. മാത്രമല്ല, സ്വാഹിബു നാലി റസൂലില്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ് വഹിക്കുക. ഹബീബായ റസൂലുള്ളാഹി ചെരുപ്പ് എവിടെങ്കിലും അഴിച്ചു വെച്ചാൽ അത് ഇബ്നു മസ്ഊദ് ശ്രദ്ധിക്കും. സാഹിബു സിവാക്കി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മിസ്വാക്ക് എവിടെ? അതും അതാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ കയ്യിലാണ് സൂക്ഷിച്ചു വെക്കുക. അതാ സ്വാലിഹീങ്ങളുടെ ഖിദ്മത്ത്. ഓ മനുഷ്യ, ഈ പ്രഭാഷണം കേൾക്കുന്ന കുട്ടികളെ, കൂട്ടുകാരെ, നിങ്ങളെ വിജയത്തിന്റെ രഹസ്യം നിങ്ങളെ പ്രവർത്തനം കൊണ്ടല്ല ഇതുവരെ നിങ്ങൾ വിജയിച്ചത്. നിങ്ങളെ വാപ്പമാരുടെ ഉമ്മമാരുടെ അങ്ങേയറ്റത്തെ ബഹുമാനം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പൊരുത്തം മുഴുവനും ലഭിച്ചത്. അക്കാര്യം മറന്നുപോകരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതാ തമാശക്ക് വേണ്ടി, കളിക്ക് വേണ്ടി സമയം കളയുന്നതിന് പകരം സ്വാലിഹീങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കാൻ നാം ശ്രദ്ധിക്കണം. അത്താ ഇബ്നു അബീ റബാഹ് അവിടെ വരുന്ന സമയത്തൊക്കെയും ഓരോ മസാല അത്താ ഇബ്നു അബീ റബാഹ് മുസയ്യിൻ ബാർബർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. കുറെ മസാല കിട്ടി. പിന്നെയാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതേ മക്കത്ത് ഹജ്ജിന് വന്നപ്പോൾ അതേ ബാർബറ സമീപത്ത് വന്ന് ആ കസേരയിൽ ഇരുന്ന് ബാർബർ ഇങ്ങനെ മുടിവെട്ടുന്ന സമയം നന്നാക്കുന്ന സമയത്ത് ഈ ബാർബർ അബൂ ഹനീഫ ഇമാമിനോട് പറയുന്നു, അങ്ങനെയല്ല ഉസ്താദേ, അങ്ങനെയല്ല, ഇങ്ങനെയാണ് തല വെച്ച് തരേണ്ടത് എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ അബൂ ഹനീഫ ഇമാം ചോദിക്കുന്നു ഈ ബാർബറോട്, അല്ല മോനെ, നീ എവിടെയെങ്കിലും കിതാബ് ഓതാൻ പോയിട്ടുണ്ടോ? മുസ്ലിയാരാണോ? പണ്ഡിതനാണോ? ബാർബർ പറയുന്നു, ഞാനൊരു കിതാബും പഠിച്ചിട്ടില്ല, ഞാൻ എവിടെയും ഓതാൻ പോയിട്ടുമില്ല, ഞാനൊരു മുസ്ലിയാരുമല്ല, പണ്ഡിതനുമല്ല. പിന്നെ എങ്ങനെ നിനക്ക് ഈ വിവരം കിട്ടി എന്ന് ചോദിക്കുമ്പോ ആ ബാർബർ പറയുന്നു, ഇവിടെ ഒരു വലിയ മനുഷ്യൻ വരാറുണ്ട്, ആ മനുഷ്യനിൽ നിന്ന് കിട്ടിയ അറിവാണ്, തസ്കിയത്താണ്, തർബിയത്താണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നല്ല വ്യക്തികൾ, അവരുമായൊന്ന് ബന്ധപ്പെട്ടാൽ, അവരെ മജ്‌ലിസിലൊന്ന് ഇരുന്നാൽ
അവരുടെ വീട്ടിലൊന്ന് ജോലിക്ക് പോയാൽ, അവരുമായി ബന്ധപ്പെട്ടൊരു യാത്രയിൽ പോയാൽ അവരുടെ പൊരുത്തം നമ്മിലേക്ക് വരികയാണ്. അതാ ഇബ്നു അബീ റബാഹ് ഇടയ്ക്കിടെ വരുന്ന കടയാണ് ഈ കട. അതുകൊണ്ട് ആ കടയിലുള്ള ബാർബർക്ക് ഇൽമിനെ അള്ളാഹു നൽകുകയാണ്. അബൂ ഹനീഫ ഇമാമിനോട് ഈ ബാർബർ ഈ സംഭവം അതാ വിവരിച്ചു കൊടുക്കുകയാണ്. ആ വലിയ മഹാനെയാണ് വലീദ് ബിൻ അബ്ദുൽ മലിക് കൊട്ടാരത്തിൽ വിളിച്ചത്. സെക്യൂരിറ്റി പറ്റിച്ചതാണ്. സെക്യൂരിറ്റി കൊണ്ടുവന്നത് കൊണ്ട് ഇരുത്തി. കുറെ ഇരുന്നിട്ടൊന്നും സംസാരിക്കാതെ ആയപ്പോൾ സെക്യൂരിറ്റിയോട് പറയുന്നു, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി സംഭവം അതാ ഇഹ്യയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ അതാ പോവാണ്. യാത്ര പുറപ്പെടുന്ന സമയം അതാ ഇബ്നു അബീ റബാഹ് ചിന്തിക്കുന്നു, ഞാൻ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. ഇവിടെ വലിയൊരു രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ഖൈറുണ്ടെന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. മഹാന്മാര് എവിടെ വന്നാലും അവര് വന്നുപോയ അടയാളം അവിടെ കാണണം. ആലിമീങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയാൽ ആലിമിന്റെ ഇൽമ് അവിടെ പ്രകടമാകണം. സ്വാലിഹീങ്ങൾ ഒരു സ്ഥലത്ത് വന്നാൽ സ്വാലിഹീങ്ങൾ ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു അടയാളം അവിടെ ബാക്കിയാക്കണം. നല്ല മനുഷ്യന്മാര് അതാ ഒരു സ്ഥലത്തെത്തിയാൽ എന്തെങ്കിലും ഒരു നന്മ അവിടെ നൽകണം, അല്ലാതെ പോകരുത്. അത് അദബ് കേടാണ്. മഹാനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ആകുന്ന രാജാവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഒറ്റ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഞാൻ ഏതായാലും ഇവിടെ വന്നല്ലോ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്നെ കൊണ്ട് കിട്ടിയില്ല, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. അത് മറ്റൊന്നുമല്ല, അനീതി പ്രവർത്തിക്കുന്ന ഭരണാധികാരികളാണ് ബഗ്ദാദിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ ശരീഅത്ത് നിലനിർത്തേണ്ട ബാധ്യത ഭരണാധികാരികൾക്കുണ്ട്. പക്ഷേ നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന മുഴുവൻ ഭരണങ്ങളിലും അനീതിയാണ്. ആ അനീതി ഇതാ വലീദ് എന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് ഞാനിതാ പറയുന്നു, ഇതാ അനീതി നിങ്ങൾ വല്ലതും പ്രവർത്തിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി പ്രത്യേകം നരകത്തിൽ ഒരു പ്രദേശത്തെ അല്ലാഹ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വലീദ് ബിൻ അബ്ദുൽ മലിക് ബോധരഹിതനായി വീഴുകയാണ്. ബോധമില്ലാതെ അവിടെ വീണ് കിടക്കുന്ന സമയം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് വരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം വരുമ്പോൾ നല്ല രംഗമാണ്. രാജാവ് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്, അതാ ഇബ്നു അബീ റബാഹ് വഅദ് പറയുന്നുണ്ട്. നല്ല ഉഷാറല്ലേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, അക്കാലഘട്ടത്തിലുള്ള ഭരണാധികാരികളും ഉലമാക്കളൊക്കെ പരമാവധി സഹകരിച്ച് പ്രവർത്തിച്ചവരാണ്. ഏത് കാലത്തും അങ്ങനെയാ വേണ്ടത്. ഭരിക്കുന്ന ജനപ്രതിനിധികളും ഉലമാക്കളും ഒക്കെ സ്നേഹത്തിലും സന്തോഷത്തിലും ഒക്കെ പ്രവർത്തിച്ചാൽ രണ്ടു കൂട്ടർക്കും ഉപകാരമാണ്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ കാണുക. ഒരു തെറ്റൊരു ഭാഗത്ത് കാണുമ്പോഴേക്ക് അവരെ പറ്റേ ഉപേക്ഷിച്ച് മാറ്റി നിർത്തുന്ന സംസ്കാരമല്ല. നന്മയുടെ ചെറിയ അടയാളമുണ്ടെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആ കൊട്ടാരത്തിൽ കയറി വരുന്നത്. കയറി വരുമ്പോ രാജാവ് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന രംഗം കാണുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അതാ ഇബ്നു അബീ റബാഹിനോട് ചോദിക്കുന്നു, അഖതൽതഹു, നീ ഇയാളെ കൊന്നോ? ഇയാളെ കൊന്നതാണോ? കൊന്നതാ. ഈ രാജാവിനെ നീ കൊന്നോ? ഉടനെ തന്നെ പറയുന്നു, ലാ, ഞാൻ ഇയാളെ കൊന്നിട്ടില്ല, ഞാനൊരു ഹദീസ് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ ഹദീസ് കേൾക്കുമ്പോഴേക്ക് രാജാവ് വീണ് കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ അതാ ഇബ്നു അബീ റബാഹ് തന്റെ കൈ കൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൈ തണ്ടയിൽ തല്ലുന്നു. ആ തല്ലിന്റെ വേദന ഒരു കൊല്ലം എന്റെ കയ്യിൽ നിലനിന്നു എന്ന് അതാ റളിയല്ലാഹു അൻഹുവിൽ ആ അടിയുടെ വേദന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കയ്യിൽ ഒരു കൊല്ലം നിലനിന്നു എന്ന് ചരിത്രത്തിൽ പറയുന്നു. സഹോദരന്മാരെ, മഹാന്മാർ, നമ്മൾ പല മഹാന്മാരെയും അളക്കുന്നത് നമ്മളെ പോലെ കാണുകയാണ് അവരെ. നമ്മൾ പറയുന്ന പലതും ചെയ്യുന്നില്ലല്ലോ, അതുപോലെ ആയിരിക്കും എല്ലാരെയും എങ്ങനെ കാണുക. അതിന് പകരം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയ ഒരുപാട് ആളുകൾ സമുദായത്തിലുണ്ട്, സമൂഹത്തിലുണ്ട്. അവരുടെ നല്ല മാതൃകകൾ, നല്ല ശൈലി നാം പിന്തുടരുക. മക്കത്ത് പോയപ്പോ മസ്ജിദുൽ ഹറാമിന്റെ ആ ഭാഗത്ത് ഒരു ഇടുങ്ങിയ വഴിയിൽ ഒരു ചെറിയ ആൾ, ഒരു സാധു മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയപ്പോ എറണാകുളം ജില്ലയിലുള്ള ഒരു ടൈലറാണ്.
ടൈലറായി വന്ന ലുഖ്മാനുൽ ഹക്കീമിന്റെ ചരിത്രവും സംഭവങ്ങളും പറഞ്ഞ് എറണാകുളത്തെ ടൈലറിൽ നാം എത്തി നിൽക്കുകയാണ്. ആ ടൈലറിങ് ഇങ്ങനെ കരയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ വെച്ച് കരയുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ കരയാൻ വേണ്ടിയാണ് മക്കത്ത് വന്നത്. കുറേ കരയാനുണ്ട്, അത് കരയാനാണ് ഞാൻ വന്നത്. ഞാൻ ഓർത്തു പോകുന്നത്, എന്റെ നാട്ടിലെ മദ്രസയിൽ ഒരു സദർ മുഅല്ലിം ഉണ്ടായിരുന്നു. ആ സദർ മുഅല്ലിം ഒരിക്കൽ ഹജ്ജിന് പുറപ്പെടുമ്പോൾ മദ്രസയിൽ വെച്ച് ഈ സദർ മുഅല്ലിമിനുടെ യാത്രയപ്പ് സംഘടിപ്പിച്ചു. അന്ന് ആ യാത്രയപ്പ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എല്ലാവർക്കും ക്ഷണം കിട്ടി, എനിക്കും ക്ഷണം കിട്ടി. ഞാൻ ടൈലർ ആയതുകൊണ്ട് രാത്രി 11 മണി വരെ എനിക്ക് തുന്നലാണ് പണി. അന്ന് 10 മണിക്ക് ഞാൻ കടയടച്ച് സദർ ഉസ്താദിന്റെ യാത്രയപ്പിന് പോയി. യാത്രയപ്പിൽ പല ആശംസകളും ഉദ്ഘാടനങ്ങളും പരിപാടികളെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ഞാൻ എന്റെ കയ്യിലുള്ള ചെറിയൊരു പൈസ ആ സദർ ഉസ്താദിന് സന്തോഷത്തിന് വേണ്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളൊക്കെ വലിയ ആളുകൾ, നിങ്ങളൊക്കെ ഹജ്ജിന് പോകും, ധാരാളം ആളുകൾ യാത്ര അയക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ ഉണ്ട്. ഞാനൊരു സാധുവാട്ടോ, ഞാൻ ഒരു ടൈലറാണ്. 6 പെൺമക്കളുണ്ട് എനിക്ക്. ആ പെൺമക്കളെ വിഷയമായിട്ടുള്ള ബേജാറിലാണ് ഞാൻ കൂടുന്നത്. ഹജ്ജ് എന്നതൊക്കെ എന്റെ വലിയൊരു ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് പോകാൻ വലിയ ആഗ്രഹമുണ്ട്. അവിടൊക്കെ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. ഈ മക്കളെ കെട്ടിക്കാതെ എങ്ങനെ ഞാൻ പോകും? അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അവിടുന്ന് ഒന്ന് റബ്ബിനോട് പറഞ്ഞേക്കണം, സാധുവായൊരു ടൈലറുണ്ട്, ആ ടൈലർ തൗഫീഖിന് വേണ്ടി നിങ്ങൾ വേർക്കണം എന്ന് പറഞ്ഞ് കൊല്ലങ്ങൾ പലത് കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞ് ആ ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ നടത്തി. ആ ഉസ്താദ് ഞാൻ പറയാത്ത കാര്യത്തിനും എനിക്ക് വേണ്ടി ദുആ നടത്തി. ആ ദുആഇന്റെ ഫലം കൊണ്ടായിരിക്കാം എല്ലാ മക്കളെയും കല്യാണം പറഞ്ഞയച്ച് നല്ല റാഹത്താക്കി. പടച്ച റബ്ബേ, ഇക്കൊല്ലം നിന്റെ ഭവനം കാണാൻ വേണ്ടി കഅബയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എനിക്ക് ആകെ ഒരു പ്രശ്നമുള്ളത് എന്റെ ഒരു ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിക്ക് അപസ്മാര രോഗമാണ്. അത് മാറാൻ വേണ്ടി ഞാനിതാ നിന്റെ ഹദറത്തിൽ പരാതിപ്പെടുകയാണ്. പെമ്മക്കളതല്ലേ എല്ലാരും വിഷയമായിട്ട് പറയാറുള്ളത്, ഇയാൾക്ക് ആൺകുട്ടിന്റെ വിഷയ പറയാറുള്ളത്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിനുള്ള മാർഗം ഉലമാഇനെയും സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും പ്രിയം വെക്കലാണ്. ലുഖ്മാനുൽ ഹക്കീം, ലുഖ്മാന്റെ പേര് ഖുർആനിൽ ഒരു സൂറത്തിന് തന്നെ ഇടാൻ കാരണം തയ്യൽക്കാരനായി ജീവിച്ച് ഉന്നതിയിലേക്ക് ഉയർന്നു വന്ന വലിയൊരു മനുഷ്യനെ ആദരിക്കുവാൻ പഠിപ്പിച്ചത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ വലിയ അടയാളമാണ്. അവഗണനയല്ല, പരിഗണനയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മഹാന്മാരെ ആദരിക്കുകയാണ് വേണ്ടത്, അനാദരിക്കുകയല്ല. റബ്ബ് നല്ല കാര്യങ്ങളിലേക്ക്, നല്ലവരെ ബഹുമാനിക്കുന്ന ആശയത്തിലേക്ക്, നന്മയെ വളർത്തുന്നതിലേക്ക് നമുക്ക് വെളിച്ചം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.